ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഏപ്രിൽ 1 മലയാള മനോരമയുടെ തൃശ്ശൂർ എഡിഷനിൽ ഞാൻ അത് നേരിൽ വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് അതിശയത്തിലും വേദനയിലും മുങ്ങിപ്പോയി. വിശുദ്ധമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് നമ്മെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. അതിനെ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത. അത് കേട്ട നിമിഷം ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ശക്തമായി ഉയർന്നു. നമ്മൾ എവിടേക്കാണ് ഈ പോകുന്നത്? ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അത് ഇന്ന് ഏപ്രിൽ 1 മലയാള മനോരമ തൃശ്ശൂർ എഡിഷൻ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. അതിൻ്റെ തലക്കെട്ട് ഇതാണ്: സ്വർഗസ്ഥനായ പിതാവിന് ഭരതനാട്യ ആവിഷ്കാരം. ഈ വാർത്ത എന്താണെന്ന് ഞാൻ വായിക്കാം. നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് സംസാരിച്ചിരുന്നത് അരമായ ഭാഷയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ഇതേ ഭാഷയിൽ തന്നെ. ഈ പ്രാർത്ഥനയുടെ ഭരതനാട്യ ആവിഷ്കാരം ഒരുങ്ങുകയാണ്. അരമായ ഭാഷയിലുള്ള പ്രാർത്ഥന തന്നെയാണ് ഭരതനാട്യത്തിൻ്റെ ഗാനമായി അവതരിപ്പിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഭരതനാട്യം അവതരണം ഒരുക്കാൻ മുൻകൈ എടുക്കുന്നത് തൃശ്ശൂർ അതിരൂപതയാണ്. അതിരൂപതയുടെ യൂട്യൂബ് ചാനലായ മീഡിയ കത്തോലിക്കായിൽ പെസഹ വ്യാഴാഴ്ച ഭരതനാട്യം അവതരണത്തിൻ്റെ വീഡിയോ പുറത്തിറക്കും. മാർ ടോണി നീലങ്കാവിൽ, ഫാദർ അൽജോ, ഫാദർ അജിത് ചിറ്റിലപ്പിള്ളി, ഫാദർ ലിജോ, ഫാദർ പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ഇത് മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്ന ഏറ്റവും പരിശുദ്ധ നിമിഷമാണ്. ഇത് ഒരു നമ്രഹൃദയത്തിൻ്റെ നിലവിളിയാണ്. പാപമോചനത്തിനായി കരഞ്ഞപേക്ഷിക്കുന്ന ഒരു ആത്മാവിൻ്റെ വിളി. ഞങ്ങൾക്ക് അന്നു വേണ്ട ഭക്ഷണം തരണമേ എന്ന് ആശ്രയത്തോടെ ചോദിക്കുന്ന കുട്ടിയുടെ ശബ്ദമാണ്. പരീക്ഷയിൽ വീഴരുതേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭയത്തോടെ അഭയം തേടുന്ന ആത്മാവിൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന സ്വയം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ച വിശുദ്ധ വാക്കുകൾ. അതുകൊണ്ട് ഈ പ്രാർത്ഥന വേദിയിൽ അവതരിപ്പിക്കേണ്ട ഒന്നല്ല, നൃത്തമാക്കി കാണിക്കേണ്ട ഒന്നല്ല, കയ്യടി നേടാനുള്ള ഒരു പ്രകടനമല്ല. പ്രാർത്ഥന എന്നത് പ്രകടനമല്ല, ആരാധനയാണ്. ദൈവത്തോടുള്ള ബന്ധമാണ്. ഒരു ആത്മാവും തൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള വിശുദ്ധ സംഭാഷണമാണ്. ഇത്തരം പരിശുദ്ധ പ്രാർത്ഥനയെ കലാരൂപങ്ങളിലൂടെ പ്രദർശനമാക്കുമ്പോൾ അതിൻ്റെ പരിശുദ്ധി മങ്ങിപ്പോകുന്നു. ആരാധന പ്രകടനമായി മാറുന്നു, ഭക്തി കാഴ്ചയായി മാറുന്നു. അവസാനം അത് ഒരു പരിഹാസമായി പോലും തോന്നാം. ഇത് കയ്യടി നേടേണ്ട കാര്യമല്ല, ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്: വിശ്വാസികളെ സത്യത്തിൽ നിർത്താനുള്ള ഉത്തരവാദിത്തം. ഇത്തരം പ്രവണതകൾ തുടരുകയാണെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങൾ മങ്ങിയേക്കാം, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഇന്ന് ഒരു പ്രാർത്ഥന പ്രദർശനമാക്കുകയാണെങ്കിൽ നാളെ അതിലും ഗുരുതരമായ കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് സഭ ഇത്തരം രീതികൾ അവസാനിപ്പിക്കണം. പ്രാർത്ഥനയെ വീണ്ടും അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം. ഒരു നമ്രഹൃദയം പിതാവിനോട് സംസാരിക്കുന്ന വിശുദ്ധ നിമിഷമായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വാക്കുകൾ വേദിക്കായി അല്ല, ഹൃദയത്തിനായി ആണ്. കാഴ്ചയ്ക്കായി അല്ല, കണ്ണീരിനായി ആണ്. പ്രകടനത്തിനായി അല്ല, രക്ഷയ്ക്കായി ആണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താനോ വിരൽ ചൂണ്ടാനോ പറഞ്ഞതല്ല. ഇത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയുടെ അഭിസംബോധനയാണ്. സഭയിൽ ഇന്ന് നടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള വേദന. ഇത്തരം വിശുദ്ധ പ്രാർത്ഥനകൾ പ്രദർശനങ്ങളായി മാറുമ്പോൾ നമ്മൾ ചിന്തിക്കണം,
നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ വിശുദ്ധതയെ ചെറുതാക്കുകയാണോ? സഭ വിശ്വാസികളെ സത്യത്തിലേക്ക് നയിക്കേണ്ട സ്ഥലം. ഇത്തരം കാര്യങ്ങളിൽ മൂലമായി നിൽക്കരുത്, മറിച്ച് പരിശോധിച്ച് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ല. ഇത് ആരാധനയുടെ ആത്മാവിനെക്കുറിച്ചാണ്. ഇത് പ്രാർത്ഥനയുടെ പരിശുദ്ധിയെക്കുറിച്ചാണ്. ഇത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതിനാൽ ഇത് വിമർശനമല്ല, ഒരു വിളിയാണ്. തിരിച്ചു വരാനുള്ള വിളി, പരിശുദ്ധതയിലേക്ക് മടങ്ങാനുള്ള വിളി, ദൈവത്തെ വീണ്ടും കേന്ദ്രമാക്കാനുള്ള വിളി. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, ഈ പ്രാർത്ഥന കയ്യടികൾക്കായി അല്ല, ഹൃദയങ്ങൾ മാറാൻ വേണ്ടിയാണ്. എൻ്റെ ഈ വീഡിയോ ക്ഷമയോടെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപിടിപ്പുള്ള അഭിപ്രായങ്ങളും ഇവിടെ ദയവായി പങ്കുവയ്ക്കുക.